സെലക്ട് ചെയ്യുന്നതിൽ നോക്കാനുള്ള കാര്യങ്ങൾ? ഒരു നെമ്മീൻ ഇങ്ങനെയൊക്കെ ഒരു നെമ്മീൻ നിൽക്കത്തില്ല. കണ്ടോ കണ്ടോ? ഇത് കടുകിട്ട് പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഈ മീൻ ഫ്രൈ പാനിലോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കടുകിട്ട് ഒരു മീൻ അടിയിൽ പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കറിവേപ്പില ഇടുക. ഇതും അല്ലെങ്കിൽ ചെറിയ സവോള എന്നായിരിക്കും. ഈ 3 ടിപ്സ് ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളൊന്നെങ്കിൽ ഓലക്കാല് ഓലയിട്ട് കൈ തേച്ച് കഴിയാം. ചിലപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്ക് ഓല കിട്ടാൻ വകുപ്പ് കുറവായിരിക്കും. ഇൻ കേസ് വാഴയില കിട്ടുവാണെങ്കിൽ വാഴയില ആയാലും മതി. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ പേരയില ആയാലും ഈ 3 ഐറ്റം ഇട്ടൊന്ന് കയ്യിൽ തേച്ച് കഴിക്കുക. എന്നിട്ട് നിങ്ങൾ സോപ്പിട്ട് കഴിയുമോ കുളിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലെങ്കിൽ കുടംപുളി ഇട്ട് കൈ കഴുകുക. കുടംപുളി ഇട്ട് കഴിയാൽ അത്ര എഫക്റ്റ് വരത്തില്ല, ഇല്ലെങ്കിൽ ആ എഫക്റ്റ് കിടത്തില്ല. പക്ഷേ നിലാവ് ഉദിക്കാത്ത സമയങ്ങളിൽ വെളുത്തവാവല്ലാത്ത സമയങ്ങളിലൊക്കെ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞണ്ടിനകത്ത് നന്നായിട്ട് ഫ്ലഷ് ആണ്. അതായത് ഒരു 2 കിലോയുടെ ഞണ്ടെടുത്താൽ 2 കിലോയിൽ 1.5 കിലോയെങ്കിലും ഞണ്ടിൻ്റെ മാംസം തന്നെ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അത് ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നിലയ്ക്കൽ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് വേണ്ടി. അപ്പോൾ ഇത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ അല്ല, ഇത് നമ്മൾക്കും കൂടി ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആണുങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുഴിവിള ജംഗ്ഷൻ, അതായത് ആക്കുളം പാലം. അത് കഴക്കൂട്ടത്തുനിന്ന് വരുമ്പോൾ ആക്കുളം പാലം എത്തുന്നതിന് മുമ്പായിട്ട് ഉള്ള ജംഗ്ഷനാണ്. അവിടെ മാങ്ങാടൻസ് ഫിഷ് മാർട്ട്. അപ്പോൾ എന്താണ് ഈ ഫിഷ് മാർട്ടിനൊരു പ്രത്യേകത? എല്ലായിടത്തും ഫിഷ് മാർട്ട് ഉണ്ടല്ലോ, പക്ഷേ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫിഷ് മാർട്ടാണ്. അത് നടത്തുന്ന അജിത്തേട്ടനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താം. അജിത്തേട്ടൻ ഇതിൻ്റെ നടത്തിപ്പുകാരനാണെങ്കിലും ഒരു എഴുത്തുകാരനാണ്, അതിലുപരി ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. അപ്പോൾ എന്തോ പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ കിടക്കുന്നത്. ഏതായാലും നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും നിലയ്ക്കൽ വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വ്യക്തിത്വം, ഇതെന്താണ് അജിത്തേട്ടാ ഇത് പൊങ്ങി പിടിച്ചോണ്ടിരിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ താരം, നമ്മുടെ അജിത്തേട്ടൻ. അജിത്തേട്ടൻ്റെ കയ്യിലൊരു 1.5 സ്ഥാനം. ഇത് ഏത് മീൻ ചേട്ടാ? ഇത് നെമ്മീൻ അല്ലേ? എത്ര കിലോ വരും? 36 കിലോ ഉള്ള നെമ്മീനെ കയ്യിൽ പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആശാന്. അപ്പൊ ഇത് എടുക്കാനുള്ള ശക്തി എനിക്ക് തോന്നുന്നു പണ്ട് മിലിറ്ററിയിലെ ട്രെയിനിങ് ആയിരിക്കും അല്ലേ ചേട്ടാ? അപ്പോൾ ഏതായാലും അജിത്തേട്ടൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതേ അജിത്തേട്ടനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പല ന്യൂസ് പേപ്പറുകളിൽ വന്നിട്ടുണ്ട്. ഇത് അജിത്തേട്ടൻ്റെ സ്റ്റാഫുകളാണ്, വളരെ സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. ഇവിടെ ഫിഷ് ഓർഡർ അനുസരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് ഒരുവിധമുള്ള എല്ലാ ഏരിയയിലും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാം. നല്ല ഫ്രഷ് ഫിഷ്, അത് വൃത്തിയാക്കി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അജിത്തേട്ടാ, ഇത് ഇന്നത്തെ സ്പെഷ്യൽ കണ്ണൻ കുഴിയാള. അതിന്റെ കണ്ണിന്റെ പ്രത്യേകത ആയിരിക്കും അല്ലേ ഈ കണ്ണൻ കുഴിയാള എന്ന് പറയുന്നത്? കണ്ണ് വലിയ കണ്ണാണ്, വലിയ കണ്ണാണ്. ഏത് മീൻ എടുത്താലും നമ്മൾ അതിന്റെ കണ്ണിലൊന്ന് നോക്കിയാൽ ഭയങ്കര തിളക്കമായിരിക്കും. ഇതാണോ? അപ്പം ഈ മീനിന്റെ ചെകിളയൊക്കെ മാറ്റിയിട്ടല്ലേ? മാറ്റി കഴിഞ്ഞാലും കളറുണ്ട്, പക്ഷെ ഇതിനകത്ത് കെമിക്കൽ ഉപയോഗിച്ച് കളർ വെക്കാമല്ലോ. കളർ വെക്കാൻ പറ്റും അല്ലേ? ഓ, അങ്ങനെയുണ്ട്. കണ്ണിന്റെ ഗ്ലൈസിംഗ് എന്തായാലും മാറ്റാൻ പറ്റും. നമ്മളെയൊക്കെ വീട്ടിൽ നിന്ന് മീൻ വാങ്ങാൻ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ചെകിള നോക്കിയിട്ട് മീൻ വാങ്ങാൻ പറ്റും. ഇതുവരെ കണ്ണ് നോക്കി മീൻ വാങ്ങാൻ ആരും പറഞ്ഞിട്ടില്ല. കണ്ണുകൾ നോക്കി വാങ്ങിക്കണം. ഇതാണ് കണ്ണിന്റെ ഗ്ലൈസിംഗ്. ഇത് ചൂണ്ടയ്ക്ക് കിട്ടിയ മീനാണ്. കണ്ടോ? ചൂണ്ടയ്ക്ക് കിട്ടിയ മീൻ ഇതുപോലെ ചൂണ്ട ഇത് കണ്ടോ? ചൂണ്ടയ്ക്ക് ഇത് ഇങ്ങനെ എടുത്തോണ്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും. ഇത് ചൂണ്ടയ്ക്ക് പിടിക്കുന്നതും വലയ്ക്ക് പിടിക്കുന്ന മീനുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? കാരണം ഇതിനകത്ത് ചൂണ്ടയ്ക്ക് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉടവ് വരത്തില്ല. ഈ മീൻ ഉടവ് വരത്തില്ല.
വലയ്ക്ക് പിടിക്കുന്നതെന്ന് വെച്ചാൽ വലയിട്ട് വല വലിച്ച് കരയ്ക്ക് കയറ്റുന്ന വരെ ഇതിങ്ങനെ കിടക്കും. ഒരു സിംഗിൾ ആയിട്ട് പൊക്കി എടുക്കുന്നതുകൊണ്ട് ഓക്കെ. അപ്പൊ ഒരു ഒലച്ചിലുണ്ടാവത്തില്ല, ഒരു നല്ല കിടുക്കാച്ചി സാധനം. അല്ല അജിത്തേട്ടാ, ഞാൻ മീനിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ, അജിത്തേട്ടൻ ഇതിനു മുന്നേ മിലിറ്ററിയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മിലിറ്ററിയിൽ നിന്ന് ഇതിലേക്ക് വരാനുള്ള ഒരു ലക്ഷ്യം എന്താണ്, ചേതോ വിഹാരം എന്തിനാണെന്നൊക്കെ ചോദിക്കാൻ? മത്സ്യത്തൊഴിലാളിയാണ് ബേസിക്കലി. അച്ഛൻ മത്സ്യബന്ധനത്തിൽ ഇപ്പോഴും പോകുന്നൊരു വ്യക്തിയാണ്, ഞാൻ പോകാറുണ്ട്. അപ്പോൾ ആവശ്യം വന്നാൽ ഞാനും ഇടയ്ക്ക് മത്സ്യബന്ധനത്തിൽ ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നു, കാരണം നമ്മുടെ കുലത്തൊഴിൽ അത് തന്നെ. അപ്പൊ അത് നമ്മളിപ്പോഴും അതൊരു പാഷനായതുകൊണ്ട് അതാണ് നമ്മൾ ഏതൊരു ജോലി ആയിരുന്നാലും ശരി, അത് ചെയ്യുന്നത് അതിൽ പാഷനോടുകൂടി ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഏതായാലും അജിത്തേട്ടൻ അപ്പം പറഞ്ഞു നമുക്കൊരു മീന് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കണ്ണ് നോക്കി സെലക്ട് ചെയ്യണമെന്ന് അജിത്തേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെയാണ് നമ്മളൊരു മീൻ സെലക്ട് ചെയ്യുന്നതിന് നോക്കാനുള്ള കാര്യങ്ങൾ? ഒരു നെമ്മീൻ ഇങ്ങനെയൊക്കെ ഒരു നെമ്മീൻ നിൽക്കത്തില്ല. ഇത് അത്രയും ഫ്രഷ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് ഇപ്പൊ നമുക്ക് ചെകിലടകത്ത് എന്ത് കെമിക്കൽ വേണേലും ചേർത്ത് നമുക്ക് വരക്കാം. ഓക്കെ, മനസ്സിലായി. കെമിക്കൽ ചേർന്നല്ല പറയുന്നത്, ഇതിനകത്തൊന്നും ചേർന്നില്ല. ഇത് കാണുന്ന രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. ഈ സാധാരണ അപ്പൊ ഇത് ചുമപ്പിക്കാൻ വേണ്ടിയുള്ള കെമിക്കൽ ഉണ്ട് അല്ലേ? ചുമപ്പിക്കാൻ വേണ്ടി മറ്റേ കളറും എല്ലാം തേച്ച് വെക്കാൻ പറ്റും. ഇതിനകത്ത് നോക്കി ഇതിന്റെ ആ ഗ്ലൈസിങ്ങും ആ മീനിന്റെ സൗന്ദര്യം ഒന്നും ഇത് കണ്ടോ? ഈ മീനുകളിനകത്ത് എപ്പോഴും ഒരു സലൈവ ഉണ്ടാവും. ഇത് കണ്ടോ? പോവാതിരിക്കുന്ന ഇതാണ് കണ്ടോ? അപ്പൊ ഇത് ഐസിൽ കിടക്കും തോറും ഇതങ്ങ് നഷ്ടപ്പെടും അല്ലേ? സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടും. ഇതുണ്ട്, ഇത് സ്വാഭാവികമായിട്ട് ഇതിനകത്തുനിന്ന് ഐസിൽ കിടക്കും തോറും ഓരോ ദിവസം കഴിയും തോറും ഇതങ്ങ് നഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയും സലൈവയായിട്ടാണ് ഈ മീൻ വരുന്നത് കണ്ടോ? ഇത്രയും പച്ച മീനാണ് കിടക്കുന്നത്. മീനിന്റെ ഫ്രഷ്നെസ് മനസ്സിലാക്കാം ചേട്ടാ. നമ്മൾ വളരെ ബുദ്ധിമുട്ടി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷുകൾ വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ നമുക്കിന്നൊരു 10 മീനിൻ്റെ ആവശ്യമുള്ളൂ, നമ്മളതിൽ 20 മീനുണ്ട്, നമ്മളത് ഫ്രിഡ്ജിൽ ഡയറക്റ്റ് എടുത്ത് അങ്ങ് സ്റ്റോർ ചെയ്യണം. പക്ഷെ അതിനൊരു ടേസ്റ്റ് കുറവ് പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ മീൻ എടുത്താൽ ഇപ്പം നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നത് സ്വാഭാവികമായിട്ട് ചിലർ വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് മസാല വരും. അതെ, നമ്മൾ ഗൾഫിലൊക്കെ അങ്ങനെ ചെയ്ത്, കാരണം അതിന് രുചി കിട്ടത്തില്ല. ചിലർ പറയും മസാല തേച്ചിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജ് വെച്ചാൽ പെട്ടെന്ന് മസാല പിടിക്കും. മസാല പിടിക്കാതെ തെറ്റായ ഒരു ആണോ? പക്ഷെ അത് നമ്മൾ സാധാരണ ഒരു മീനെടുത്ത് മസാല തേച്ച് ഇച്ചിരി നേരം വെക്കാം, അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പക്ഷെ ഇത് മണിക്കൂറുകളോളം നമ്മൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഇതിന്റെ രുചി സ്വാഭാവികമായിട്ടും കുറയും. ഫ്രീസർ, പ്രത്യേകിച്ച് ഫ്രീസർ വെക്കുന്ന മീൻ എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടെയ്നറിനകത്ത് എടുക്കുക, നമുക്ക് ആവശ്യമുള്ള മീൻ ആവശ്യമുള്ള അത്രയും എടുത്തതിന് ശേഷം ബാക്കിയുള്ള മീൻ നമ്മൾ കണ്ടെയ്നറിനകത്ത് വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്യും. വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് എപ്പോഴും ഈ വാട്ടർ കണ്ടന്റ് വലിച്ചെടുത്തോണ്ടിരിക്കും ഫ്രീസർ. ഏതൊരു സാധനത്തിന്റെ മീൻ തന്നെയല്ല, ഇറച്ചി ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, ഈ ഇറച്ചി ഐറ്റംസ്, ഇറച്ചി, മീൻ, അങ്ങനെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് വെള്ളം വലിച്ചെടുക്കും തോറും ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന്റെ അന്ന് വാങ്ങിച്ച ടേസ്റ്റ് കാണത്തില്ല. അതെ, കാരണം ഞാൻ വീട്ടിലിടയ്ക്ക് ചിക്കനോ ഇതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും, പക്ഷെ അന്ന് വയ്ക്കുന്നതിന്റെ ടേസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് വെച്ചാൽ കിട്ടാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിച്ച് മീനും ഇറച്ചി മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക, ഫ്രീസ് ചെയ്യുക. ഓക്കെ, അത് ഗ്യാരണ്ടിയാണ്. 2 മാസം വരെ കേടോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നും ഉണ്ടാവില്ല. മീന് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മീനായാലും ഏത് മീറ്റ് ആയാലും ശരി, അത് വെള്ളം ഒഴിച്ച് ഫ്രീസറിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അജിത്തേട്ടൻ പറയുന്നത് 2 മാസം വരെ അത് കേടാകാതെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അജിത്തേട്ടൻ, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഓക്കെ, മീൻ പ്രിസർവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ മീൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തൊരു സ്മെല്ല്, അതിനെന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാനുണ്ടോ? ഏറ്റവും ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു മീനാണ് നെയ്മത്തി. അതെ, ഒമേഗ 3 രാജകുമാർ. ഇവനാണ് വില്ലൻ, ഈ സ്മെല്ലിന്റെ വില്ലൻ. അതെ, പൊരിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. ഭയങ്കര സ്മെല്ല്, അടാറ് സ്മെല്ലായിരിക്കും. നമ്മൾ സാധാരണ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു നുള്ളു കോഫി പൗഡർ എടുക്കുക. ഒരു നുള്ളു കോഫി പൗഡർ എടുക്കുക, സൈഡിൽ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്നൊന്ന് മൂപ്പിക്കുക, ഡ്രൈ ആയിട്ട് ആ സ്മെല്ല് നമ്മുടെ വീടിനകം മുഴുവൻ സ്പ്രെഡ് ആവും. ഓക്കെ,
സ്വാഭാവികമായിട്ടും നമ്മുടെ മത്തിയുടെ സ്മെല്ല് അടിക്കില്ല, ഒരു കാരണവശാലും അടിക്കത്തില്ല. പിന്നെ മത്തി ചിലപ്പോൾ നമ്മളിവിടെ നിന്ന് വെട്ടിയാൽ കൊടുത്ത് വിടുന്നത്, പക്ഷെ എങ്കിലും ചിലർ വെട്ടാതെ വാങ്ങിക്കും. അവർക്ക് വെട്ടി അവർക്ക് സ്വന്തം ആഗ്രഹം കൊണ്ടുപോകും. ശരി. അപ്പൊ നമ്മൾ ഈ വെട്ടി കഴിയുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് സ്മെല്ല്. കൈ എത്ര സോപ്പിട്ട് കഴിയാലും ഭയങ്കര സ്മെല്ലാണ്. നെയ്മത്തി ആകുമ്പോൾ നെയ്യുടെ സ്മെല്ല് വല്ലാതെ നമുക്ക് എഫക്ട് ചെയ്യും. ഇതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ ഓലക്കാല് ഓലയിട്ട് കൈ തേച്ച് കഴിയാൽ ചിലപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്ക് ഓല കിട്ടാൻ വകുപ്പ് കുറവായിരിക്കും. ഇൻ കേസ് വാഴയില കിട്ടുവാണെങ്കിൽ വാഴയില ആയാലും മതി. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ പേരയില ആയാലും ഈ 3 ഐറ്റം ഇട്ടൊന്ന് കയ്യിൽ തേച്ച് കഴിക്കുക. എന്നിട്ട് നിങ്ങൾ സോപ്പിട്ട് കഴിയുമോ കുളിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലെങ്കിൽ കുടംപുളി ഇട്ട് കൈ കഴിയുക. കുടംപുളി ഇട്ട് കഴിയാൽ അത്ര എഫക്റ്റ് വരത്തില്ല. ഈ സാധനങ്ങളുടെ എഫക്റ്റ് ആ കുടംപുളിക്ക് കിട്ടും. ഇതൊരു പുതിയൊരു അറിവാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക, എങ്ങനെ നമുക്ക് മീനിൻ്റെ സ്മെല്ല്, മീൻ ഫ്രൈ ചെയ്യുമ്പോഴോ കറി വയ്ക്കുമ്പോഴൊക്കെയുള്ള സ്മെല്ല് നമുക്ക് ഫ്ലാറ്റിലായാലും ശരി വീടുകളിലായാലും ശരി എങ്ങനെ ഒഴിവാക്കാം. അതിൻ്റെ ടിപ്സാണ് ഇപ്പോൾ അജിത്തേട്ടൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അജിത്തേട്ടൻ മറ്റൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അജിത്തേട്ടൻ ഞണ്ടെടുത്തതുകൊണ്ട് എനിക്ക് എന്തോ ഈ ഇതിൻ്റെ ഒരു ശാസ്ത്രവശമായിട്ടുള്ള എന്തോ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞായിരുന്നു. എന്തോ വാവിന്റെ ഒന്ന് പിടിക്കുമല്ലോ. ഈ വാവ് നിലാവ് ഉള്ള സമയങ്ങളിൽ ഞണ്ട് പിടിച്ചു കഴിഞ്ഞാല് നമ്മളിത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും, ഞെങ്ങുള്ളൂ. വാവിന് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരെണ്ണം പോലും ഞെങ്ങുള്ളുന്നില്ല. എങ്കിലും നമ്മൾ നോക്കിയത് ഇതുപോലെ ഞെങ്ങും. ശരി. ഇതിന്റെ പൂവുള്ളത് കൊണ്ടാണ് ഇത് ഞെങ്ങിക്കുന്നത്. ഇതുപോലെ ഞെങ്ങൂല. ഇത് ഇപ്പം ഞെങ്ങത്തില്ല. നമ്മൾ എത്ര ഞെക്കിയാലും ഞെങ്ങത്തില്ല. അപ്പൊ അത്രയും ഫ്ലഷ് ഇതിന്റെ ഇതിനകത്തുണ്ട്. അല്ലാത്ത ഞണ്ടെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഞെക്കിയാൽ ഇങ്ങനെ നെങ്ങി താഴോട്ട്. അപ്പൊ അതായത് വാവ അല്ലാത്ത സമയങ്ങളിൽ പിടിക്കുന്നത് ഞണ്ടിന് മാത്രമേ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ബാധകമുള്ളൂ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ കാലുകളിലൊന്നും വെറുതെ കാലായിരിക്കും. ഇതിനകത്ത് ഒന്നും മാംസം കാണും. വെറും വാട്ടർ വെള്ളം. അതെ, ചില സമയത്ത് നമ്മൾ വലിയ സൈസ് ഒക്കെ നോക്കി വാങ്ങുന്നതിൽ വലിയ കാര്യമാണ്. ചില ദിവസങ്ങളിലൂടെ പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? ഇത് ഞെക്കി നോക്കിയാലല്ലേ അറിയാം. ഞെക്കി നോക്കിയാൽ അറിയാം. അതിനെ കാണുമ്പോഴേ അറിയാം. പെട്ടെന്ന് ചേട്ടന് അറിയാൻ പറ്റും, പക്ഷേ നമുക്ക് അറിയാൻ പറ്റില്ല. സാധാരണപ്പെട്ടവര് വിചാരിക്കും ഇതിനകത്ത് അതിലൊക്കെ 2 കിലോയുടെയൊക്കെ ഞണ്ട് മേടിച്ചിട്ട് ചെറിയ ഇത്തിരി കാണത്തുള്ളൂ ഫ്ലഷ്. അതിനകത്ത് ഈ ഫ്ലഷ് കൊണ്ട് നമുക്ക് നമ്മളെ ഉദ്ദേശിച്ച എഫക്ട് കിട്ടത്തില്ല. നിലാവ് ഉദിക്കാത്ത സമയങ്ങളിൽ, വെളുത്ത വാവല്ലാത്ത സമയങ്ങളിലൊക്കെ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞണ്ടിനകത്ത് നന്നായിട്ട് ഫ്ലഷ് ആണ്. അതായത് ഒരു 2 കിലോയുടെ ഞണ്ടെടുത്താൽ 2 കിലോയിൽ 1.5 കിലോയെങ്കിലും ഞണ്ടിന്റെ മാംസം തന്നെ കിട്ടും അല്ലേ? അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതൊരു ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ നേരത്തെ നമ്മള് മീൻ എങ്ങനെ നോക്കി വാങ്ങണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഓക്കെ, ഞണ്ടിന്റെ ഒരു ടിപ്സാണ് ഇത്. നമുക്ക് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല, എങ്കിലും ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ച് വെക്കുക. അപ്പോൾ ചേട്ടന് എന്തെങ്കിലും അനുഭവങ്ങൾ പഴയ കാലത്ത് ഇങ്ങനെ ചേട്ടന് മീനൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് ആ ചെറുപ്പത്തിലെ അച്ഛൻ്റെ കൂടെയൊക്കെയാണ് മീൻ പിടിക്കാൻ പോയിരുന്നെന്ന് ഇടയ്ക്ക് എന്നെ പറഞ്ഞായിരുന്നു. അച്ഛൻ ഇടയ്ക്ക് വഴക്കൊക്കെ പറയായിരുന്നു. ഭയങ്കരമായിട്ട് ചുമ്മാ വഴക്ക് പറയും. വഴക്ക് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നമുക്ക് തെറ്റുവല്ലോ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ കടലിൽ കിടക്കുന്ന സമയത്ത് ഈ വല കാലിൽ ചുറ്റായിരിക്കാൻ വേണ്ടി അച്ഛന് വഴക്ക് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെ വല ഇടുന്ന സമയത്ത് ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമല്ലേ? വെയിറ്റ് ഉള്ള സാധനമാണ്. വല കാലിൽ ചുറ്റി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ആള് ഡെഡ് ബോഡി ആയിട്ട് പിന്നെ കിട്ടത്തുള്ളൂ. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ് വല കാലിൽ ചുറ്റുക എന്ന് പറയുന്നത്. മീൻ പിടിക്കാൻ പോകുന്നവര് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് വല. ഇങ്ങനെയുള്ള ആക്സിഡന്റ്സ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസം മുൻപേ അഴീക്കൽ ഹാർബറിൽ വെച്ച് ഒരു 19 വയസ്സുള്ള ഒരു പയ്യൻ മുങ്ങി മരിച്ചത് വല കാലിൽ ചുറ്റിയ. അതായത് നമ്മൾ വലയോടൊപ്പം താഴേക്ക് പോവാ. കാരണം ഓൾറെഡി അതിന് നല്ല വെയിറ്റ് ഉള്ള വല തിരിച്ച് പെട്ടെന്ന് കയറ്റാനും പറ്റില്ല. കാരണം എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് റിങ്ങുകളൊക്കെ കിൻഡിൽ കണക്കിന് സാധനമല്ലേ വലയുടെ. സാധാരണ അതായിരിക്കും പറഞ്ഞ പോലെ വലയെല്ലാം ഇട്ടതിന് ശേഷം കരയ്ക്ക് നിന്നല്ലേ ഈ വല വലിച്ചു കയറ്റുന്നത്. എത്രയോ ആൾക്കാർ ചേർന്നിട്ടല്ലേ വലിച്ചാലും മെഷീൻ വർക്കിലൂടെയാണ് വല വലിച്ചത്. അത് വലിയ ബോട്ടുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഈ സാധനം പോവാന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പാടാണ്. അപ്പം വളരെ റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഇത്രയും മത്സ്യങ്ങൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തരുന്നത്. അപ്പം ആ ഒരു റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും അജിത്തേട്ടൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അജിത്തേട്ടാ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഫിഷ് കൊണ്ട് ഇടയ്ക്ക് എൻ്റെ അടുത്ത് എന്തോ ഒരു ഫിഷിന്റെ ഒരു റോസ്റ്റിന്റെ കാര്യം എന്തോ പറഞ്ഞായിരുന്നു. നമ്മൾ ഏറ്റവും ഇതിനകത്ത് ആളുകൾ വിചാരിക്കും കേരച്ചൂര എല്ലാവരും വാങ്ങാറില്ലെന്ന് പറഞ്ഞു. അച്ചാറിനെ പറ്റത്തുള്ളൂ.
അപ്പോൾ എപ്പോഴും നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള റോസ്റ്റ്. റോസ്റ്റ് നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കേരളത്തിലുള്ള റോസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചേട്ടാ ഇത് ചെയ്യുന്നത്? ഇതാണ് കേരളത്തില. കേരളത്തില കഴിച്ചിട്ടുണ്ടാകും, നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം കഴിച്ചിട്ടുണ്ടാകും. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതിനെ വെട്ടി നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞാൽ, സാധാരണ കേര എടുക്കുക, ഒരു 1/2 കിലോ എടുത്തിട്ട് 1/2 കിലോ കേരയാണെങ്കിൽ 2 സവാള, ഒരു തക്കാളി, 2 പച്ചമുളകും, ഇച്ചിരി ഇഞ്ചി കൊത്തും, 2-3 വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പിന്നെ നമുക്ക് സുന്ദരമായിട്ട് കേര റോസ്റ്റ് ഉണ്ടായി. പീസ് എങ്ങനെ നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് ഒന്ന് വറക്കാനായിട്ട് നമ്മുടെ ഫ്രൈ പാനിലോട്ട് വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, പൊട്ടിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് പൊട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഈ മീൻ ഫ്രൈ പാനിലോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കടുകിട്ട് പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കറിവേപ്പില ഇടുക. ഇതും അല്ലെങ്കിൽ ചെറിയ സവോള എന്നായിരിക്കും. ഈ 3 ടിപ്സ് ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീനിന് ഒരു കാരണവശാലും നമ്മുടെ അടിയിൽ പിടിക്കും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്. അപ്പോൾ മീൻ അടിയിൽ പിടിക്കാതിരിക്കാനുള്ള ഒരു കാര്യമാണ് ചേട്ടൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ കേര എടുത്ത് ഫ്രൈ പാനിലോട്ട് വയ്ക്കുക, മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കണം. ഫ്രൈ ആവണം, ഫ്രൈ ഒന്നും ആവണം. എന്നിട്ട് അതിനകത്ത് വേണ്ട സവാളയും, ഒരു തക്കാളിയും, ഇച്ചിരി ഇഞ്ചി അരിഞ്ഞതും, വെളുത്തുള്ളി, 2 പച്ചമുളകും ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയോടെ വിതറി ഇതിനെ അങ്ങ് അടച്ചേക്കും. ഒരു നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഇറങ്ങി ഇച്ചിരി വെള്ളം കൂടെ കൈവെള്ളം ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് സാറേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി ഡിഷായിരിക്കും. ഞാനിത് സത്യം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കഴിച്ചിട്ടില്ല. എന്തായിരുന്നാലും ഞാനിത് ട്രൈ ചെയ്യും. ക്യാരച്ചൂര ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് ചേട്ടൻ പറഞ്ഞ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അജിത്തേട്ടൻ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പം നമ്മളെ മാങ്ങാടൻ ഫിഷ് മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്പർ ഞാൻ ഷെയർ ചെയ്തേക്കാം. ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രം ജില്ല കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഒരുവിധമുള്ള എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വിളിക്കാം. എപ്പോഴെങ്കിലും ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ വരിക, കയറുക, ഇത് കണ്ട് മനസ്സിലാക്കുക. കണ്ടാലേ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പക്ഷേ ഗ്യാരൻറ്റിയോട് കൂടിയിട്ടുള്ള ഫ്രഷ് ഫിഷ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പം നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് പാസ് ചെയ്തിരുന്ന അജിത്തേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് എലക്കൽ വ്ലോഗ്സ് വരുന്നതാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അയച്ചേട്ടാ താങ്ക് യു.